മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പുറത്ത് ഇത്രമാത്രം ക്രൂരവും നിന്ദ്യവുമായി പെരുമാറാൻ മനുഷ്യന് സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് അതെല്ലാം. അത്തരത്തിലൊരു സംഭവത്തിനാണ് ഇന്നലെ കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത്. കുടുംബത്തിനു വേണ്ടി ഗൾഫിലെ പൊരിവെയിലത്ത് കിടന്ന് അധ്വാനിക്കുന്ന ഒരു പാവ മനുഷ്യൻ്റെ കുടുംബത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. എന്താണെന്നോ ഏതാണെന്നോ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ ദാരുണമായ 2 മരണങ്ങൾ കൺമുന്നിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വീട്ടമ്മയായ സിബികയും സുഹൃത്ത് ബിജുവുമാണ് ഒരു മുറിയിൽ തീ കൊളുത്തി മരിച്ചത്. ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം. അഞ്ചലിലെ തടിക്കാട് പുളിമുക്കിൽ പൂവണത്തും വീട്ടിൽ പതിവ് പോലെ തന്നെയുള്ള വൈകുന്നേരമായിരുന്നു ഇന്നലെയും. ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ വീട് പണി കഴിപ്പിച്ചിട്ട്. വീട്ടമ്മയായ സിബികയും മക്കളായ അരുണയും അഖിലേഷും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഭർത്താവ് ഉദയകുമാർ വിദേശത്തായിരുന്നു. കുറച്ചു നാൾ മുന്നെയാണ് ഉദയകുമാർ അവധിക്ക് നാട്ടിൽ വന്നതും തിരിച്ചു പോയതും. അതിനിടെ ഒരു പ്രശ്നം ഉദയകുമാറിനും സിബികയ്ക്കും ഇടയിൽ സംഭവിച്ചിരുന്നു. ഉദയകുമാർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണം സിബിക അദ്ദേഹം അറിയാതെ സുഹൃത്തായ ബിജുവിന് കടം കൊടുത്തു. എന്നാൽ നാളുകളേറെ കഴിഞ്ഞിട്ടും പണം ബിജു തിരികെ കൊടുത്തില്ല. ഉദയകുമാർ ഈ വിവരം അറിയുകയും തുടർന്ന് വിദേശത്തു നിന്നും നാട്ടിൽ വന്നപ്പോൾ പോലീസിൽ സാമ്പത്തിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയും ചെയ്തു. മാർച്ചിൽ പണം തിരികെ കൊടുക്കാമെന്നായിരുന്നു അന്ന് ബിജു പോലീസിനോട് സമ്മതിച്ചിരുന്നത്. എന്നാൽ ഉദയകുമാർ വിദേശത്തേക്ക് തിരികെ പോയതിനു ശേഷവും പണം സംബന്ധിച്ച് തർക്കങ്ങൾ നടന്നിരുന്നു. തുടർന്ന് ഇപ്പോൾ പണം തിരികെ നൽകേണ്ട ദിവസം അടുത്തപ്പോഴാണ് മാനസിക നില തെറ്റിയ അവസ്ഥയിൽ 47കാരനായ ബിജു സിബികയുടെ വീട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് പാഞ്ഞെത്തിയത്. അപ്പോൾ സിബികയും മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പതിവ് പോലെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്നു സിബിക. തൊട്ടു മുന്നെയാണ് ഭർത്താവിൻ്റെ സഹോദരൻ വീട്ടിൽ ടാർപോൾ കെട്ടാൻ വന്നതും താഴെ ചീരക്കട നടത്തുന്ന ഇടത്തേക്ക് പണം നൽകാനായി പോയതും. ആ സമയത്താണ് ബിജു വീട്ടിലേക്ക് ഓടിക്കയറിയത്. കന്നാസിൽ പെട്രോളുമായാണ് ബിജു എത്തിയത്. സിറ്റ് ഔട്ടിലിരുന്ന സിബികയെ ഇയാൾ ബലമായി പിടിച്ച് വീടിനകത്ത് കൊണ്ടുപോയി വാതിലുകൾ അടച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വീടിന് പുറത്തു നിന്ന കുട്ടികൾ ഓടിവന്ന് വീടിൻ്റെ ജനാലകൾ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ വീട്ടിലെ വൈദ്യുബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇരുവരും പൂർണ്ണമായും പൊള്ളലേറ്റ് മരിച്ചിരുന്നു. മുറിയിലെ കട്ടിലടക്കം കത്തിയ നിലയിലായിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം ഇന്നാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. വിവാഹിതനായ ബിജുവിന് ഭാര്യയും മക്കളുമുണ്ട്. ഷെഹർബാനാണ് ഭാര്യ. നബൂഹാൻ, ഷഹബാസ് എന്നിവർ മക്കളാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.